പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സമൃദ്ധനായ വസയും പരിശുദ്ധന സുഖകരം ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് വളരുന്നതിനെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. അന്തിമനാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന കലഹി ശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ വീതിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്നും നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദുരസ്ഥലമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. അവരോരോരുത്തരും തങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും. ആരും അവരെ ഭയപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എല്ലാ ജനതകളും തങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ചരിക്കുന്നു. നാം നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ എന്നും വ്യാപരിക്കും. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തെ നിർമ്മലമാക്കും അനുസ്മരണം കൊണ്ടാടാം വിധികളിൽ. സുതനും ഓഹായും സ്തുതിയുണ്ടാകട്ടെ. Yeah.
ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും. സജീവമായ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗ്ഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും വളരെയധികവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുകയും, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാപനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനെ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മൂടുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ പരിശുദ്ധ സുവിശേഷം 24 അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാക്കിയിട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തകരുന്നു. അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മനുഷ്യരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ചു എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കും. അവൻ അവരെ ബഥാന്യ കൂട്ടിക്കൊണ്ട് പോയി കൈകൾ ഉയർത്തി അവനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അനുഗ്രഹിക്കുന്നവരെ പ്രഘോഷിക്കും. ഈശോമിശിഹായിയുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സജീവമായ വിശ്വാസത്തിന് ഉടമകളാകുകയും
നിയുക്തം കേരള മുഖ്യമന്ത്രി തന്റെ ജീവിതത്തിൽ തന്നെ സജീവമായ പ്രത്യാശയുടെ ഉടമയാക്കിയ യേശുക്രിസ്തുവാണെന്ന് ബൈബിളാണെന്ന് പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ വീഴാതെ തളരാതെ എന്നെ കൈപിടിച്ച് നടത്തുന്നത് ബൈബിളാണ്, ക്രിസ്തുവാണ് എന്ന് തന്റെ പ്രഭാഷണങ്ങൾ 32ഓളം പ്രഭാഷണങ്ങൾ, ബൈബിൾ പ്രഭാഷണങ്ങൾ കോർത്തിണങ്ങിയിട്ടുണ്ട്. ആദം നീ എവിടെയാകുന്നു എന്ന ഒരു പുസ്തകം ഈ അടുത്തിടെ പുറത്തു വരികയും ചെയ്തു. അക്രൈസ്തവനായ ചില ബോധ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതിന് സാക്ഷികളാണ്, നിങ്ങൾ പ്രഘോഷിക്കുക. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വർഗാരോഹണ തിരുനാൾ ദിനമാണ്. സ്വർഗാരോഹണ തിരുനാൾ ദിനം യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് നടക്കുകയാണ്. മരണത്തിന് ശേഷം, ഉദ്ധാനത്തിന് ശേഷം അവൻ വിട്ടുപോകുകയല്ല, മറിച്ച് ശിഷ്യന്മാരെ ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വളർത്തുവാനായി അവനോടുകൂടെ ചിലവഴിക്കുന്ന തമ്പുരാൻ 40 ദിവസം അവരെ ബോധ്യങ്ങളിലേക്ക് വളർത്തുവാനായി അവരോടൊപ്പം ജീവിക്കുകയാണ്. അതിനുള്ള കാരണം പീഡ സഹിച്ച് മരിച്ച് മണ്ണടിഞ്ഞവരെയല്ല തന്റെ ശിഷ്യന്മാർ പ്രഘോഷിക്കേണ്ടത്, അവരെയല്ല അവർ സാക്ഷ്യം നൽകേണ്ടത്, മറിച്ച് പീഡ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് തങ്ങളോടൊപ്പം ജീവിക്കുന്ന, തങ്ങളെ അനുഗ്രഹിക്കുന്ന യേശുവിനെയാണ് അവർ പ്രഘോഷിക്കേണ്ടത്. വ്യക്തമായ കരുതലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബോധ്യങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം കരുതലുകളും അവൻ കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ്, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നഗരം വിട്ടു പോകരുത് എന്ന്. നഗരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ജെറുസലേമാണ്, ദൈവത്തിന്റെ നാടാണ്. ജെറുസലേം വിട്ടു പോകരുത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവരെ പ്രഘോഷിക്കണം, അവരെ പകർന്നു നൽകണമെന്ന് അവൻ പ്രത്യേകമാവിധം അവരെ ഫലമേൽപ്പിക്കുകയാണ്. അവൻ യാത്രവേളയിൽ വളരെ മനോഹരമായിട്ട് സുവിശേഷം പ്രതിപാദിക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അപ്രത്യക്ഷമാകുക. മറ്റൊരു വാക്കിൽ പറഞ്ഞ എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും തമ്പുരാൻ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് അവൻ അവരെ വളർത്തുകയായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പീഡാസഹനങ്ങളിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ല അവർ. ഓടി ഒളിക്കുവാനായി, തള്ളിപ്പറയുവാനായി, ഒറ്റിക്കൊടുക്കുവാനായിട്ട് തത്രപ്പെട്ടവരാണ് അവരെല്ലാവരും. എന്നാൽ അവനിൽ നിന്ന് അകന്നു പോയപ്പോൾ കൂടെ നിർത്തിക്കൊണ്ട് അവർക്കായതെല്ലാം കൊടുക്കുവാനായി അവർ കരുത്തരാകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് മാത്രം അവരെ പ്രഘോഷിക്കുവാനായി ഇറങ്ങിത്തിരിക്കണമെന്ന വ്യക്തമായ ബോധ്യം, വ്യക്തമായ വചനം അവർക്ക് കൊടുക്കുകയാണ്, ബോധ്യങ്ങളിലേക്ക് നയിക്കുകയാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ, നിയമത്തിൽ, സങ്കീർത്തനങ്ങളിലുമെല്ലാം എന്നെ കുറിച്ച് പറയപ്പെട്ടത് പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച്, അവൻ സഹനദാസനെ കുറിച്ച്, അവൻ രക്ഷകനാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങൾ പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളിലുണ്ട്, നിയമത്തിന്റെ പുസ്തകങ്ങളിലുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ വിശദീകരണത്തിന്റെ ഒടുവിലാണ്, ബോധ്യങ്ങളുടെ നിറവിലാണ് അവൻ അവരെ വിട്ടുപോകുക സ്വർഗത്തിലേക്ക്. ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തമ്പുരാനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായാൽ ആ വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും അപ്പുറത്ത് ചേർത്ത് നിൽക്കുവാനായിട്ട് തമ്പുരാൻ ഉണ്ട്.
അനുഗ്രഹിക്കുവാനായി തമ്പുരാനുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തിൽ സജീവമായ പ്രത്യാശയുള്ളവരായി തീരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാവങ്ങളുടെയും കറ കഴികളയട്ടെ. അനുഗ്രഹിക്കുന്നവരായിട്ട് നമ്മുടെ മുന്നിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മിലൂടെ അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഭാഗത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വിശ്വസം തന്റെ ഉപകാരം അനുഗ്രഹം ഈ കുർബാന മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതർവവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനം ദിവ്യളുമായും സ്തുതിയെന്നും ദൈവാപികയെയും മായോസേപ്പിനെയും സദരമോർത്തേടാ ഭവനം ഈ വരയിൽ പാടിയിടട്ടെ ആമേനാമേ. മധോമായേയും നിനസാക്ഷികളെയും സകർമ്മികളെയും വേദി ഓർത്തേനാ
വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്താകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അനൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സുഖപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിന് വാങ്ങി പാലം ചെയ്യും. നിങ്ങൾ രണ്ടാമത് ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യം
ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും മക്കൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പവിത്രേകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞതല്ല, ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർക്ക് വിളിച്ചപേക്ഷിക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിതത്തിലേക്ക് പാപനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. വിശുദ്ധാശ്രയന്റെ തൂക്കങ്ങളുടെ പുറത്തേക്കും ജീവനും കാരണമാകട്ടെ. സഹോദരരെ, സകലത്തിലെ ശാസ്ത്രങ്ങളെ ജീവിക്കാൻ അവരുടെ Oh
ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച സ്വന്തം കാഴ്ച 4650 രൂപ. 6 യൂണിറ്റിന്റെ ഉപയോഗം ഇന്ന് വൈകിട്ട് 6:30 ചക്കുങ്കൽ ദേവസി ജോയിയുടെ വസതിയിൽ വെച്ച് 5 യൂണിറ്റിന്റെ ഉപയോഗം നാളെ വൈകിട്ട് 6:30 പോളച്ചൻ സെബാസ്റ്റ്യൻ പെരുമായിന്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നതാണ്. പതിവുപോലെ നമ്മുടെ വിദ്യാപീഠം ഹൈസ്കൂൾ ഈ വർഷവും ഉന്നത വിജയം നേടിയിരിക്കുന്നു. തുടർച്ചയായ 19ാം വർഷമാണ് നമ്മൾ 100% വിജയം കരസ്ഥമാക്കുന്നത്. അതിനായി പരിശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹെഡ് മാസ്റ്റർ മിസ്സസിനും അധ്യാപകർക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും സ്കൂൾ കമ്മിറ്റി അംഗങ്ങൾക്കും PTA ഇടപാടുകൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ വർഷം നമ്മുടെ 2 സ്കൂളുകളിലും LKG ഇതിനകം 40 കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. മറ്റു വർഷങ്ങളിലേക്കാൾ കൂടുതലാണ് അഡ്മിഷൻ. മറ്റു ക്ലാസ്സുകളിലും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം കാറ്റഗിസം KG 1ാം ക്ലാസ് എന്നിവയിലേക്ക് അഡ്മിഷൻ എടുക്കുവാനുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ അഡ്മിഷൻ ഫോം ഹെഡ്മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ മഠത്തിൽ നിന്നും വാങ്ങി പൂരിപ്പിച്ച് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുർബാനയെ തുടർന്ന് മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും. എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സന്ധ്യ ജോർജിന്റെ സേവനവും ലഭ്യമാണ്. ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ ഫൊറോന കൺവെൻഷൻ ഇന്ന് രാവിലെ 8:15 കാലൂർ ഫൊറോന ദേവാലയത്തിൽ നടക്കുന്നു. അടുത്ത ഇന്ന് വൈകിട്ട് 7 മണിക്ക് വിശ്വ അന്തോണിസിന്റെ പിതാവിനെ കുറിച്ച് ആലോചിക്കുന്നതിനായിട്ട് 6 യൂണിറ്റിന്റെയും 7 യൂണിറ്റിന്റെയും മീറ്റും കമ്പേളയിൽ കൂടുന്നതാണ്. നിർദ്ധരായ കുട്ടികളെ സഹായിക്കുന്നതിനായുള്ള പഠന ഉപകരണ വിതരണത്തിനായിട്ട് കുട, ബാഗ്, നോട്ട്ബുക്ക്, ബുക്ക് എന്നിവ നൽകുന്നതിനായിട്ടുള്ള സഹായത്തിലേക്ക് സഹകരിക്കണമെന്ന് സ്നേഹമോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഘടകങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവരിൽ നിവസിക്കും, അവരിൽ ഞാൻ
നമ്മുടെ ജീവിത പാതകള് ആവശ്യകമാ താരങ്ങൾ നൽകിയാലോകം അരുളട്ടെ ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും നരകസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലനിലും ദൈവം വരവീരം ചൊരിയട്ടെ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ